ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഇപ്പോൾ ഒരു പുതിയ ആണവ സിദ്ധാന്തം രാഷ്ട്രത്തിനകത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേലോ അമേരിക്കയോ ഒരുപക്ഷെ തന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കിം ജോങ് ഉൻ പോയിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് നോർത്ത് കൊറിയ ഹാസ് അപ്ഡേറ്റഡ് ഇറ്റ്സ് ന്യൂക്ലിയർ ഡോക്ട്രിൻ. നോർത്ത് കൊറിയ, ഉത്തര കൊറിയ അവരുടെ ആണവ സിദ്ധാന്തത്തിൽ ഒരു ചേഞ്ച് വരുത്തിയിരിക്കാൻ ടു ഓതറൈസ് ആൻ ഓട്ടോമാറ്റിക് ന്യൂക്ലിയർ സ്ട്രൈക്ക്. ഓട്ടോമാറ്റിക്കായി ഒരു ആണവ ആക്രമണം ഉണ്ടാകാനുള്ള സിദ്ധാന്തമാണ്. ഇഫ് കിം ജോങ് ഉൻ ഈസ് അസാസിനേറ്റഡ് ഓർ ഇൻകപ്പാസിറ്റേറ്റഡ് ഇൻ എ ഫോറിൻ അറ്റാക്ക്, ഒരു വിദേശ ആക്രമണത്തിലൂടെ കിം ജോങ് ഉൻ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വൈകല്യം സംഭവിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ആണവ ആക്രമണം ആ രാഷ്ട്രത്തിന് നേരെ ഉണ്ടായിരിക്കണം. ഇതിനുവേണ്ടി ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് ആണവ മിസൈലുകളെ സജ്ജീകരിക്കുന്ന ഒരു പുതിയ സിദ്ധാന്തമാണ് ഇപ്പോൾ കിം ജോങ് ഉൻ കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ അമേരിക്കക്കും ഇസ്രയേലിനും വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇറാനിലാണെങ്കിലും അങ്ങനെ അവരുദ്ദേശിക്കുന്ന, അമേരിക്കയും ഇസ്രയേലും ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവരുദ്ദേശിക്കുന്ന വ്യക്തികളെ മൊസാദിന്റെയോ അല്ലെങ്കിൽ ചാരന്മാരെയോ മറ്റൊക്കെ ഉപയോഗപ്പെടുത്തി വധിക്കുക എന്നത് ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കിം ജോങ് ഉൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ആശങ്കയുണ്ട്. അദ്ദേഹം കൊല ചെയ്യപ്പെടുമോ എന്ന ആശങ്ക അദ്ദേഹത്തെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരാൾക്കും ഈ ഭൂമി ലോകത്ത് ധൈര്യം വരാൻ പാടില്ല. അമേരിക്കക്കായാലും ഇസ്രയേലിനായാലും അങ്ങനെ ഒരു ധൈര്യം വരാൻ പാടില്ല. തന്നെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ നീങ്ങരുത് എന്നതിനാണ് ഈ ഒരു നയം, ഈ ഒരു പുതിയ സിദ്ധാന്തം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സിദ്ധാന്തം നിലനിൽക്കെ കിം ജോങ് ഉന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ഏത് രാഷ്ട്രത്തിനും പണി കിട്ടും. കാരണം ആണവാക്രമണം ഉടനെ തന്നെ തിരിച്ചു വരും എന്നതാണ്. ആ രാഷ്ട്രത്തിന് നേരെ ആണവാക്രമണം ഓട്ടോമാറ്റിക്കായി സംഭവിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ആക്രമണത്തിലൂടെ ഇപ്പോൾ തിരിച്ച് ആക്രമിക്കാനുള്ള സംവിധാനം പോലും തടസ്സപ്പെടുത്തി അങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയാൽ പോലും തിരിച്ചടി ഷുവറായിരിക്കും. നമുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വെനിസ്വേലൻ നേതാവിനെ അമേരിക്ക രാത്രിയിൽ പെട്ടെന്ന് അവർ പൊക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഉത്തര കൊറിയയുടെ അയൽ രാഷ്ട്രമായ ദക്ഷിണ കൊറിയ, ഇവിടെ അമേരിക്കക്ക് എല്ലാവിധ സംവിധാനങ്ങളും താവളങ്ങളും ആയുധങ്ങളും എല്ലാം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം ദക്ഷിണ കൊറിയ ഉപയോഗപ്പെടുത്തി അമേരിക്ക നടത്തുമോ എന്ന ആശങ്കയുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനൊക്കെ വലിയൊരു തലവേദനയാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന് ട്രംപ് പറഞ്ഞിരുന്നത് റോക്കറ്റ് പോയി എന്നാണ്. മിസൈൽ തലങ്ങളിൽ പുതിയ ഗവേഷണം നടത്തി അമേരിക്കയെ ഞെട്ടിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ട്രംപ് പറഞ്ഞത് തന്നെ റോക്കറ്റ് പോയി എന്നാണ്. പക്ഷെ അദ്ദേഹത്തെ കൊല്ലാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ തീരുമാനം, ഈ ഒരു സിദ്ധാന്തം ഉത്തര കൊറിയയിൽ നിലനിൽക്കെ ഒരു രാഷ്ട്രത്തിനും ഈ ഉത്തര കൊറിയൻ നേതാവിനെതിരെ തിരിയാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം.